ഇന്നത്തെ സ്പെഷ്യൽ മറ്റൊന്നുമല്ല, സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. ഇത് വെറും ഐസ്ക്രീം അല്ല, സ്പെഷ്യലായി തയ്യാറാക്കുന്ന ഒരു ഐസ്ക്രീമാണ്. മറ്റൊന്നുമല്ല, ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. ഇതിനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് കരിക്കിൻ്റെ ഫ്ലഷ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വേണ്ടത് നല്ല ടേസ്റ്റിലുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റിറ്റീസിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നമ്മൾ പൗഡർ ഫോമിലുള്ള വിപ്പിംഗ് ക്രീം എടുക്കാതെ ഈ ഒരു രീതിയിലുള്ള എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മധുരമുള്ളത് കൂടി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. ഓൾറെഡി ഇതിൽ ഷുഗറൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ആ ഒരു ഫ്ലഫി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതിയാകും. പിന്നീട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതിയാകും. ഇനി ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത് ആ ഒരു കരിക്കിൻ്റെ ഫ്ലഷ് ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വലുതായി തരികളൊന്നും ഇല്ലാത്ത ഒരു രീതിയിൽ അരച്ചെടുക്കുന്നതാവും നല്ലത്. ഇതിന് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കടയിൽ കിട്ടുന്നതിനേക്കാൾ സൂപ്പറായി തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കരിക്കൊക്കെ എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ കരിക്കെല്ലാം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മാറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 1/4 കപ്പ് അളവിൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെയൊക്കെ അനുസരിച്ച് നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് അളവിൽ 1 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ മധുരം കൂടുതലായി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു സ്റ്റെപ്പാണ്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കേക്കിന് ഒക്കെ തയ്യാറാക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസി വേണ്ട. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനായി കുറച്ച് കരിക്ക് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാം. ഇനി ഇതുകൂടെ ഞാൻ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഐസ്ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം തന്നെ ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഏകദേശം 8 മണിക്കൂർ സമയം ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഞാനത് ഓവർനൈറ്റ് കീപ്പ് ചെയ്ത ശേഷമാണ് എടുക്കുന്നത്. ഐസ്ക്രീം നേരത്തെ വാങ്ങി ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലാണിത് തണുക്കാനായി മാറ്റി വെച്ചത്. 8 മണിക്കൂറിന് ശേഷമുള്ളൊരു അവസ്ഥയാണിത്. നന്നായിട്ടത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. ഈ ഐസ്ക്രീം ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റി കാണിക്കാം. ഈ ഒരു ഐസ്ക്രീം നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ്. നിങ്ങളുടെ വീട്ടിൽ കരിക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടുകാലമൊക്കെ അല്ലേ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.